അവർക്ക് വേദിയിൽ പ്രിയങ്കരിയായ എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ എക്കാലത്തെയും ലീഡർ ശ്രീ കരുണാകരന്റെ മകൾക്ക് സരസ്വതി ടീച്ചറിന് ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യൻ അവർക്ക് അബ്ദുൽ സലാം സാറിന് ഏറ്റവും പ്രിയങ്കരനായ ദേവേട്ടന് ഉണ്ണികൃഷ്ണൻ മാഷക്ക് അനീഷിന് ശ്രീ ഗോപാലകൃഷ്ണന് കൃഷ്ണദാസന് തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാനതിനൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ ലോക്സഭാ മണ്ഡലം വിട്ട് അതിർത്തി പ്രദേശത്താണ് എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും സരസ്വതി ടീച്ചറിന് ഏറ്റവും വലിയ അവസരം നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ വോട്ടുകൾ നിശ്ചയിച്ചു കഴിഞ്ഞതാണെങ്കിൽ അത് വന്നുകൊണ്ടും അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് വരുന്നതാണ്. അത് ഞാൻ തികഞ്ഞ ഒരു ഭക്തനായതുകൊണ്ട് തന്നെ വരുന്നതാണ്. സരസ്വതി ടീച്ചറിന് വേണ്ടിയാണ് എല്ലാവരും ഒത്തുപിടിച്ചാൽ നമുക്ക് ഒരുപക്ഷെ ഞാൻ എന്നെപ്പോലെ ഒരാൾ ഈ വേദിയിൽ നിന്ന് പറയാൻ പാടില്ലാത്ത കാര്യമായിരിക്കാം. എങ്കിൽ പോലും ഞാൻ പറയുന്നു, കേരളത്തിൽ വലിയ സ്ത്രീപക്ഷ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമൊക്കെ ഊന്നിത്തള്ളിക്കൊണ്ട് നടക്കുന്നത് 33% വേണ്ടി പാർലമെന്റിൽ പോരാടുമ്പോൾ കേരളത്തിൽ 5 വനിതാ സ്ഥാനാർത്ഥികളെ നൽകിയ ഏക പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് എന്ന് മന്ത്രിമാർ എന്ന് നല്ലതുപോലെ മനഃപ്പാടമാക്കുന്നത് നന്നായിരിക്കും. ആ കൂട്ടത്തിൽ ഏറ്റവും അധികം ഞാൻ പ്രജ്ഞാശേഷി പറഞ്ഞതുപോലെ ആ ഡിഗ്രിയൊക്കെ നിന്ന് ഒരു ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഈ ടീച്ചറിനാണോ പ്രിയപ്പെട്ട മക്കൾ നല്ല മര്യാദ നൽകി പറഞ്ഞയച്ചത്? അത് കേരളത്തിൽ വളർന്നു വരുന്ന വിശിഷ്ട സംസ്കാരമാണ്. അതിനടിസ്ഥാനം ദേവേട്ടിലൂടെ പറഞ്ഞ വിഷയങ്ങളുമാണ്. ഇതിനെല്ലാം ഒരു ഉന്മൂല നാശനം സംഭവിക്കണം. 26 വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരരുതെന്നാണ് ഞാൻ ഈ വേദിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മൈക്ക് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. സരസ്വതി ടീച്ചർ 2 വാക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളത് കൊണ്ട്